വെൽക്കം ബാക്ക് ടു ആൻഡ് ബി വ്ലോഗ്സ്. ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി. ഹൗസ് ബോട്ടിൽ കയറി ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. ഇപ്പം നമ്മളെ വൈകുന്നേരത്തേക്ക് പരിപാടിയാണ്. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും ഡാൻസ് കളിച്ചു. പിന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത അപ്പൻ്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. തീരത്ത് തരുമോ ഇനിയൊരു ജന്മം? രണ്ടു മനസ്സാണ് പുന്നാരമോളെ എന്റെ ഇടക്കിളിയെ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്. രണ്ടു മനസ്സാണ് പുന്നാരമോളെ എന്റെ ഇടക്കിളിയെ. പെണ്ണെ ചന്ദനപ്പൂമയിലേ നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദന കട്ടിലുണ്ട്. നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെ ഉറക്കാനായി. ഹൗസ് ബോട്ടിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ളവർ പിന്നെ സ്പീഡ് ബോട്ടിൽ കയറി. ഞാനൊന്നും കയറിയില്ല. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ്. പിന്നെ ഇതാണ് നമുക്ക് അവിടെ ബോട്ടിലുള്ളൊരു റൂമാണിത്. അത്യാവശ്യം അടിപൊളി റൂമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കളിയും ചിരിയും പരിപാടിയൊക്കെയായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ബോട്ടിലെ കാഴ്ചകൾ, ഇത് ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയും അതായിരുന്നു നമ്മുടെ റൂമിൻ്റെ നേരെയുള്ള ഔട്ട് വ്യൂ. പിന്നെ നമ്മുടെ കളിയും പരിപാടിയൊക്കെ തന്നെയായിരുന്നു. ഇത് ഫ്രണ്ട് എന്നുവെച്ചാൽ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. എന്ത് ശാന്തമായ ഉറക്കം.
അവിടെ കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ അന്താക്ഷരിയൊക്കെ കളിച്ചു. നമ്മൾ അതിന് ശേഷം പിന്നീട് വേറൊരു ഗെയിം കളിച്ചു. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പിന്നെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ഒരു പിന്നെടുത്തോണ്ട് വരണം, അങ്ങനെയുള്ളൊരു ഗെയിം കളിച്ചു. പിന്നീട് അതിനുശേഷം ഓരോ കാര്യങ്ങൾ നമുക്ക് ആക്ട് ചെയ്തതിന് സിനിമ പേരൊക്കെ ആക്ട് ചെയ്തതിന് അത് നമ്മൾ പറയണം. അങ്ങനെ ഒരു ഗെയിം കളിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പം തന്നെ അങ്ങനെ കുറേ നേരം ബോട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്താനുള്ള സ്ഥലം എത്തി. ബീച്ചിൽ നമ്മൾ ടോയ്സൊക്കെ വാങ്ങി കളിച്ചു. ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അത് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച സെയിം ഹോട്ടലിൽ തന്നെയാണ് കയറിയത്. സന്തോഷിച്ചു. അത് പ്രായവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും വളരെ രസകരമായിട്ട് ആടിയും പാടിയും ഒക്കെ നമ്മൾ ആഘോഷിച്ചതിൽ പ്രത്യേക അഭിനന്ദനം പറയേണ്ടത് നമ്മുടെ സഭയിൽ നിന്ന് പുറത്തു വന്ന ഈ അപ്പച്ചനാണ്. അപ്പച്ചൻ എല്ലാവരും കൊടുത്ത നല്ല കലാവാസനയുണ്ട് അപ്പച്ചന്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ഫുഡിന്റെ കാര്യത്തിലായാലും അതെല്ലാം നല്ല ഫുഡ്, നല്ല ഹോട്ടലിൽ തന്നെ ബോട്ട് യാത്ര മനസ്സിലൊക്കെ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ട്രിപ്പിൽ കാണാം. വളരെ സന്തോഷം. ഹാപ്പി അല്ലേ? ആൻഡ് our trip was over. നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. സോ അടുത്ത വീഡിയോ